എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വയനാടിൻ്റെ ഒരു വലിയ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വയനാടിൻ്റെ 2 പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സൈന്യമെത്തി ആ പാലങ്ങളൊക്കെ ക്രമീകരിച്ചു. നമ്മുടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒത്തിരി കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കുറേ പേരെ ജീവനോടെ കിട്ടി, കുറേ പേരെ ജീവനോടെ കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും അതിദാരുണമായൊരു ന്യൂസ് കേൾക്കുന്നത് 49 കുട്ടികളെ കാണാതായിട്ടുണ്ട്. അവർ മിസ്സിംഗ് ആണ്. അവർ ജീവനോടെ ഇരിപ്പുണ്ടോ, അവർ മരിച്ചുപോയോ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾക്കറിയാം, ഈ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു മനസാക്ഷിയൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അടുത്ത ഇലക്ഷനിൽ ജയിച്ചു കയറണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഊത്ത പോലെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവർ വരട്ടെ, പോകട്ടെ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, അത് ആ പാവങ്ങൾക്ക് ഉപകാരമാകുമല്ലോ. എന്നാൽ ഇതിൻ്റെ പേരിൽ കിടന്നുകൊണ്ട് കടിപിടി കൂടുന്ന കുറേ ചാനലുകാരുണ്ട്. യൂട്യൂബ് തുറന്നു വെച്ചിട്ട് ആ വയനാട്ടിലുള്ള ജനങ്ങളുടെ ദുരന്തത്തെക്കുറിച്ചല്ല കാണിക്കുന്നത്. കുറേ പേര് രാഷ്ട്രീയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്തിനു വന്നു ഇവരെന്തിനു വന്നു, എല്ലാ രാഷ്ട്രീയക്കാരും ഇറങ്ങുന്നു, എല്ലാവരും ഇറങ്ങട്ടെ. എന്തിനാണ് ഒരാൾക്കാരെ മാത്രം കുറ്റം പറയുന്നത്? എല്ലാവരും വരട്ടെ, എല്ലാവരും കാണട്ടെ, അവരെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അവർ ചെയ്യട്ടെ. അവരാരും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, കോൺഗ്രസ്സുകാരും BJPക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും എല്ലാവരും വരട്ടെ, എല്ലാവരും കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കട്ടെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. എന്നാൽ കുറേ ഈ യൂട്യൂബ് ചാനലുകാർ കുറേ പേര് എന്തിനാണ് ഒന്നാമത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ യാതൊരു വിലയുമില്ല. അതിൻ്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ട് രാഷ്ട്രീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വന്നു, മറ്റേ രാഹുൽ ഗാന്ധി വന്നു, എല്ലാവരും വരട്ടെ, നമ്മൾക്ക് എന്താണതിന്? അവരും വന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ദുരന്തം വരുത്തി വെച്ചത് എല്ലാവരുടെയും കുറ്റം തന്നെയാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല ഭരിച്ചത്, ഇവിടെ കോൺഗ്രസ് മാത്രമല്ല ഭരിച്ചത്. ഇനി കേന്ദ്രത്തിൽ നോക്കിയാൽ BJPയും ഭരിക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ചെയ്യാവുന്ന സഹായങ്ങൾ കേന്ദ്രം ചെയ്തോ? മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഭരിച്ചപ്പോൾ അവർക്ക് ചെയ്യാവുന്നത് അവർ ചെയ്തോ? കോൺഗ്രസ്സുകാർക്ക് ചെയ്യാവുന്നത് അവർ ചെയ്തോ? ഇല്ലല്ലോ. ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്ന ആ സ്ഥലത്ത് നിന്നും നമ്മുടെയൊക്കെ മുന്നിൽ കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ മുന്നിൽ ദീർഘവീക്ഷണത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ആ വയനാട് എന്ന ഏരിയയിലെ ഇത്രയും ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിവുള്ളവർ, നമുക്കറിയപ്പോഴത്തെ രാഷ്ട്രീയക്കാരിൽ ഒട്ടുമിക്കത്തിനും വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. കുറേ എണ്ണത്തിനെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് വിദ്യാഭ്യാസം ഉള്ളതിന് പോലും വിവരമില്ല, ബുദ്ധി വർക്കൗട്ട് ആകത്തില്ല. അതാണ് വേറൊരു സത്യം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ വിവരമുള്ളവരൊക്കെ പറയുന്നതൊന്ന് കേട്ട് അവിടുന്ന് അവരെയൊക്കെ അവരെയൊക്കെ ഒന്ന് അവിടുന്ന് ആ ജനങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ട് അവർക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തോരം സ്ഥലങ്ങൾ ചുമ്മാ കിടക്കുന്നുണ്ട്, എന്തോരം മാഫിയക്കാർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുന്നൊക്കെ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്ത് അവരെയൊക്കെ ഇങ്ങോട്ട് മാറ്റി പുനരധിവസിപ്പിച്ചിട്ട് അത് എന്തെങ്കിലും ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഉപകാരമാകുന്ന വിധത്തിൽ എന്തെങ്കിലും ആക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കൃഷിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾക്ക് ചെയ്തെടുത്ത് അവിടെ ഒരു സ്ഥിരവാസത്തിന് ആരെയും വിടാതെ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് അങ്ങനെ ഒരു പ്രദേശമാക്കി നമുക്ക് സൂക്ഷിക്കുവാനൊക്കെയുള്ള ഒരു ചാൻസുകളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ആരും അത് ചെയ്തില്ല. ഒരു ദുരന്തമുണ്ടായി, ആദ്യമായിട്ടല്ല, ഇനിയും ദുരന്തങ്ങളുണ്ടായി, ഇതിന് മുന്നേയും ദുരന്തങ്ങളുണ്ടായി, ഇനിയും അതിനകത്തുനിന്ന് ആൾക്കാരെ കിട്ടാനുള്ളതുണ്ട്. മണ്ണിനടിയിൽ പോയവരെ ഇനിയും പൂർണ്ണമായും എടുക്കാത്ത 12 പേരിലധികം പേരുടെ ബോഡികൾ ഇനിയുമുണ്ട്. പണ്ടത്തെ ദുരന്തത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പം ഇനിയുമുണ്ട്. ഇപ്പോൾ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനകത്തൊന്നും ഇനിയും കിട്ടിയിട്ടില്ല. ഒത്തിരി പേരും 49 കുട്ടികൾ മാത്രമാണ് മിസ്സിങ്. ബാക്കി 200 പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളത് ഔദ്യോഗിക കണക്കാണ്. എന്നാൽ എത്ര പേരെ കാണാതായിരിക്കുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുടെ മുഖത്ത് നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഈ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അവിടുത്തെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ചുമ്മാ വലയും വാലും തലയുമില്ലാത്ത കുറേ പൊതുപ്രവർത്തകരാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇപ്പോൾ കേട്ട ഒരു റിട്ടയർ SP ഇരുന്നുകൊണ്ട് വർത്തമാനം പറയുന്നത് കേട്ടത്. അവിടെ തന്നെ അവർക്ക്, അതായത് ഈ ദുരന്തമുണ്ടായി അവിടെ തന്നെ അവരെ പുനരധിവസിപ്പിക്കണം പോലും. എന്നിട്ട് ഈ പുള്ളി പറയുന്നതാണ് അവിടെ ഇനി വേറൊരു ദുരന്തം ഉണ്ടാകത്തില്ല. പിന്നെ ഇയാളോട് ചോദിച്ചിട്ടില്ല അവിടുത്തെ ദുരന്തമൊക്കെ അങ്ങോട്ട് വരുന്നത്, അതായത് ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടാകുന്നത് ഈ പുള്ളിയോട് ചോദിച്ചിട്ട് അവിടെ തന്നെ അവരെ പുനരധിവസിപ്പിക്കണം. ഏത് അവിടെ ആ ദുരന്തമുണ്ടായ സ്ഥലത്തോട്ട് ഓരോ ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടു. അവർക്ക് അങ്ങോട്ട് പോകാൻ വരെ അവർക്ക് മനസ്സ് വരുന്നില്ല. അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും അവർക്ക് ഭീതിയാണ്. ആ സ്ഥലത്ത് കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കണം പോലും. എന്നിട്ട് പിന്നെയും ബാക്കി സ്ഥലങ്ങളിൽ സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇയാളെയൊക്കെ
ഇയാളൊക്കെ ആണല്ലോ, ഒന്നും പറയുന്നില്ല, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം അത്രയെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഇയാളുടെ പോലത്തെ പൊട്ടബുദ്ധിയുടെ ഉപദേശകരാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒരു എന്താ പറയുക, സങ്കടകരമായ കാര്യം. അതായത് ഈ തലപ്പത്തിരിക്കുന്ന ഉപദേശകന്മാർക്ക് മിക്ക എണ്ണത്തിനും ബോധവും ഇല്ല, ബുദ്ധിയും ഇല്ലെന്നുള്ളതാണ് സത്യം. കാരണം നല്ല പിന്നെ രാഷ്ട്രീയക്കാർക്കോ വിവരമില്ല, വിദ്യാഭ്യാസമില്ല, എന്നാൽ ഇവർക്ക് ഉപദേശിച്ച് കൊടുക്കുന്നവർക്കെങ്കിലും ഒരു 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 കുറച്ച് ബുദ്ധി വേണ്ടേ, അതില്ല. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ട് ഇവരെ മുതലെടുക്കുകയാണ്. പാവങ്ങളുടെ കണ്ണുനീര്, അവരുടെ കണ്ണുനീര് തോരുന്നില്ല. അവരൊക്കെ ചോദിക്കുന്നതിന് ഞങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് ഇറങ്ങിപ്പോകുമെന്ന് അവർ ചോദിക്കുന്നത്. എത്ര പേരുണ്ടാകും സഹായിക്കാൻ, എത്ര പേര് അവരെ സഹായിക്കാനുണ്ടാകും? ആരും ഉണ്ടാകത്തില്ല. ഓക്കെ, ഈ യൂട്യൂബേഴ്സ് കിടന്നുകൊണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾക്ക് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കഴിഞ്ഞില്ലെങ്കിലും മിണ്ടാതിരിക്കുമെങ്കിലും ചെയ്യണ്ടേ. ഇതിനിടയ്ക്ക് രാഷ്ട്രീയക്കാരെ ഇറക്കി. എന്ത് രാഷ്ട്രീയക്കാരൊന്നുമല്ല. ഇപ്പോൾ ഇന്ത്യൻ ആർമി വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രീയക്കാരെയും കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ കൊണ്ടോ ഒന്നും നടക്കുമായിരുന്നില്ല. അവരാണ് അത് ചെയ്തത്. ആ ക്രെഡിറ്റ് അവർക്ക് തന്നെയാണ് പോകുന്നത്, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാർക്കും അല്ല. ഒരു രാഷ്ട്രീയക്കാരില്ല. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊതു സ്വത്താണ്, അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരുടെയും പൊതു സ്വത്ത്, സ്വകാര്യ സ്വത്തല്ല അവർ. അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ നമ്മുടെ രാജ്യത്തിൻ്റെ അതിര് കാക്കുന്ന ധീര ജവാന്മാരാണ്. അവർ എല്ലാവരുടെയും ഇന്ത്യക്കാരുടെ മുഴുവൻ ജവാന്മാരാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെ ഒന്നും അല്ല. ഓക്കെ, അതൊക്കെ ഈ യൂട്യൂബേഴ്സ് ഈ പൊട്ട കിണറ്റിലെ തവളെ പോലെ കിടന്നുകൊണ്ട് ചിലയ്ക്കാതെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ സമയത്തെങ്കിലും നിങ്ങൾ ചേർന്ന് നിൽക്കുക. ഈ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞ് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്കൊക്കെ സേഫ് സോണിലിരുന്ന് കളിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനകത്ത് ആ ദുരന്തത്തിൽ അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ചെല്ലട്ടെ, എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ട് പോകട്ടെ, എല്ലാ കുഞ്ഞു പാർട്ടിക്കാർ തൊട്ട് എല്ലാ മതസംഘടനകളും എല്ലാവരും പോകട്ടെ, എല്ലാവരും പോയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. അതേ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് പറയാനുള്ളൂ. അവർക്കൊരു ₹1 എവിടുന്നെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടട്ടെ, അതേ നമ്മൾക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. കാരണം അത് തടയാൻ നമ്മൾ ആരുമല്ല. ഇനിയിപ്പോൾ നമ്മൾ തടയാൻ ഈ കുറേ യൂട്യൂബേഴ്സ് ചലച്ചത് കൊണ്ട് ആരും അത് തടയത്തൊന്നുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഈ കുറേ എണ്ണത്തിന് ഇങ്ങനെ ഈ സാധാരണ ജനങ്ങളുടെ ഉള്ളിലേക്ക് വിഷം തിരികെ കൊടുക്കാതിരിക്കുക, അതേ യൂട്യൂബേഴ്സിനെ പോലെയുള്ളവർക്ക് ചെയ്യാനുള്ളൂ. ഈ കൊച്ചു മാധ്യമങ്ങൾക്കും യൂട്യൂബേഴ്സും പോലെയുള്ളവർക്ക് ചെയ്യാനുള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തായാലും ആ വയനാട്ടിൽ ആ നഷ്ടപ്പെട്ടു പോയ 49 കുഞ്ഞുങ്ങളുടെ കാര്യം എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു വിവരം ലഭിക്കട്ടെ. ആ കുഞ്ഞുങ്ങളെ ജീവനോടെ കിട്ടട്ടെ എന്ന് നമ്മൾക്കൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.